നമുക്ക് തലകൾ വണക്കി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം മൗനമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി പരമേൽപ്പിക്കാം. ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ, അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങൾ ഓരോരുത്തരുടെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് ഏറ്റവും പ്രസാദകരമായിരിക്കുമാറാകണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, മെയ് മാസം 2-ാമത്തെ ഞായറാഴ്ച നമ്മെല്ലാവരും മദേഴ്സ് ഡേ വളരെ കാര്യമായിട്ട് ആഘോഷിച്ചു. എല്ലാ സോഷ്യൽ മീഡിയയിലും അമ്മമാരുടെ ചിത്രങ്ങൾ കൊണ്ട് നിറഞ്ഞു. അമ്മമാരോട് ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ, അമ്മമാരുടെ പഴയ ഫോട്ടോ, പലതും കൊണ്ട് മദേഴ്സ് ഡേ വളരെ കാര്യമായിട്ട് ആഘോഷിച്ചു. പക്ഷേ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. അത് അമ്മമാരുടെ ബർത്ത്ഡേ ആണ്. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ അത് സംഭവിച്ചിട്ട് ഉണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. ചിലപ്പോൾ വൈകുന്നേരമായിരിക്കും ഓർമ്മ വരിക, ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ ആണല്ലോ, അത് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ദൂരെയുള്ള ആളുകൾ അമ്മ ബെലിയേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ ഇപ്പോഴാണ് ഓർത്തത് എന്ന് പറയും. ചിലർ പിറ്റേ ദിവസം വിളിച്ച് പറയും ഇന്നലെയാണ് ബർത്ത്ഡേ, ഇനി ഓർത്തിരുന്നു രാവിലെ, പക്ഷേ വിളിക്കാൻ മറന്നുപോയി. പക്ഷേ അമ്മമാർക്ക് ഒരിക്കലും മക്കളുടെ ബർത്ത്ഡേ മറക്കാൻ സാധിക്കുകയില്ല. എല്ലാ ബർത്ത്ഡേയും ഓർത്ത് വെച്ച് അതിനുവേണ്ടിയുള്ള പ്രിപ്പയർ ചെയ്യുന്ന അമ്മമാരുടെ ജന്മദിനം പലപ്പോഴും മറന്നു പോകുന്നവരാണ് നാം. ഇന്ന് മറ്റൊരു മാതാവിൻ്റെ ജന്മദിനമാണ്. നമ്മുടെ കോമൺ മദർ ചർച്ച്, സഭയുടെ ജന്മദിനം എന്ന് അറിയപ്പെടുന്ന ദിവസമാണ് പെന്തക്കോസ്ത് ഞായർ. അതുകൊണ്ട് ലിറ്റർജിക്കൽ കലണ്ടർ അനുസരിച്ച് വളരെ കളർഫുള്ളായിട്ടാണ് ഈ ജന്മദിനം നമ്മൾ ആഘോഷിക്കുന്നത്. പെന്തക്കോസ്ത് ഞായറാണ് എന്നത് ദേവാലയത്തിൽ വരുമ്പോൾ തന്നെ നമുക്കറിയാം. ഇന്ന് വളരെ കളർഫുള്ളാണ്. ഓൾട്ടർ ക്ലോത്ത്സും അച്ഛന്മാരുടെ സ്റ്റോളും ഒക്കെ റെഡായിട്ട് മാറിയിട്ടുണ്ട്. കലണ്ടർ അനുസരിച്ച്, ചർച്ച് കലണ്ടർ അനുസരിച്ച് ഈ ഒരു ദിവസം മാത്രമാണ് ചുവപ്പ് ഉപയോഗിക്കുന്നത്. കൂടാതെ കൺഫർമേഷൻ, ഓർഡിനേഷൻ, കോൺസെഗ്രേഷൻ, മാധ്യരായിട്ടുള്ള രക്തസാക്ഷിക്കാരായിട്ടുള്ള വിശുദ്ധന്മാരുടെ നാമത്തിലുള്ള സഭകളുണ്ടെങ്കിൽ അവരുടെ പ്രത്യേക വാർഷിക ദിവസത്തിലും ഒഴിച്ച് ബാക്കി ചുവപ്പ് ഉപയോഗിക്കാറില്ല. ഈ റെഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അഗ്നിയുടെ നിറമാണ്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേട്ടതുപോലെ അഗ്നി നാവുകൾ വന്ന് ലോക്ക്ഡൗണിലായിരുന്ന ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തി അവർ പുറത്തിറങ്ങി വചനം പ്രഘോഷിച്ച ആ ഒരു ദിവസം, അന്ന് 3000-ഓളം പേര് സ്നാനപ്പെട്ടു. അന്നൊരു സഭ ഉണ്ടാവുകയാണ് ചെയ്തത്. മാളിക മുറിയിൽ വാതിലടച്ച് പേടിച്ച് ഒതുങ്ങിയിരുന്ന ആളുകൾ ഇപ്പോഴത്തെ ലോക്ക്ഡൗണിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ സങ്കടമാണ് ഈ ചിന്ത. അവരിൽ പരിശുദ്ധാത്മാവിനെ നൽകി ഒരുപക്ഷേ ലോക്ക്ഡൗൺ അവസാനിച്ച ദിവസം എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. ആദ്യത്തെ നാളുകൾ, യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷമുള്ള നാളുകൾ, അവർ സ്വയമായിട്ട് ഒതുങ്ങിക്കൂടിയ നാളുകളായിരുന്നു. ഇന്നത്തെ സുവിശേഷ വേദഭാഗത്ത് നമ്മൾ നേരത്തെ ചിന്തിച്ചൊരു ചിന്ത തന്നെയാണ്. അവരുടെ മധ്യേ യേശു വന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തി അവരുടെ മേലൂതി അവരെ പുറത്തേക്ക് ഇറക്കുവാനായിട്ട് നിർബന്ധിച്ചു. എങ്കിലും അവരുടെ പേടി വിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല. 40 ദിവസം യേശു അവരോട് കൂടെ ഇരുന്ന് അവരെ ധൈര്യപ്പെടുത്തി. സ്വർഗാരോഹണം കഴിഞ്ഞു. പിന്നെയും അവരുടെ ഭയം ബാക്കിയാണ്. ഇവിടെ ഇതാ പെന്തക്കോസ്ത് ഞായർ നമുക്ക് നൽകുന്നത് വലിയ പ്രത്യാശയുടെ അനുഭവമാണ്. ഇതുവരെയുള്ള ഭയം മുഴുവൻ മാറിയിരിക്കുന്നു. ലോക്ക്ഡൗൺ അടച്ചിരിക്കേണ്ടതല്ല, പുറത്തിറങ്ങേണ്ട സമയമായി എന്നതിൻ്റെ പ്രഘോഷണമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പെന്തക്കോസ് എന്ന വാക്കിൻ്റെ അർത്ഥം 50-ാമത്തെ ദിവസം എന്നേ ഉള്ളൂ, അല്ലാതെ ഒരു സഭയുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. പെന്തക്കോസ് 50-ാമത്തെ ദിവസം. പെന്തക്കോസ് എന്ന് പറയുന്നത് വലിയൊരു ഉത്സവമാണ്. യഹൂദന്മാരുടെ പ്രധാനപ്പെട്ട 3 ഉത്സവങ്ങളിലെ ഒരു ഉത്സവമാണ് പെന്തക്കോസ്ത് പെരുന്നാൾ. ധാരാളം ആളുകൾ പല ഭാഗത്തു നിന്നും, അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ നോക്കുകയാണെങ്കിൽ നിരവധി സ്ഥലത്തു നിന്ന് യഹൂദന്മാർ എത്തിയിട്ടുണ്ട് ഈ ആഘോഷത്തിനായിട്ട്. അതിന് മുൻപൊരു ഉത്സവം കഴിഞ്ഞതിൻ്റെ 50-ാമത്തെ ദിവസമാണ്. അത് പെസഹയുടെ 50-ാം ദിവസം പെന്തക്കോസ്ത് ഉത്സവം. ഈ 50-ാം ദിവസം എന്ന പേര് അങ്ങനെയാണ് അതിന് വന്നത്.
ഈ ഒരു സമയത്ത് ലൂക്കോസ് എന്ന ചരിത്രകാരൻ വേദപുസ്തകത്തിൽ 2 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് ലൂക്കോസിൻ്റെ സുവിശേഷവും, മറ്റൊന്ന് അതിൻ്റെ 2ാം ഭാഗമായിട്ട് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകവും. ലൂക്കോസ് ഒരു ഫിസിഷ്യൻ ആണെങ്കിലും അദ്ദേഹം ഒരു ചരിത്രകാരനായിരുന്നു. ചരിത്രകാരന്മാരുടെ ഹിസ്റ്റോറിയോഗ്രാഫി, ചരിത്രത്തിൻ്റെ ആഖ്യാനം പല രീതിയിലുണ്ട്. അത് ജേർണലിസ്റ്റ് ആയാലും അല്ലെങ്കിൽ ചരിത്രകാരന്മാരായാലും ആളുകൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാകുന്ന രീതിയിൽ ചരിത്രം ആഖ്യാനിക്കുവാനാണ് ചരിത്രകാരന്മാർ ശ്രമിക്കാറുള്ളത്. ഇവിടെ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എന്ന് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2ാം അധ്യായത്തിൽ ലൂക്കോസ് എഴുതുവാനുള്ള കാരണം എന്താണ്? ചില പ്രത്യേക കാര്യങ്ങൾ നടക്കുമ്പോൾ ആ ദിവസത്തിൻ്റെ പ്രത്യേകതയുമായിട്ട് കോറിലേറ്റ് ചെയ്ത് വരുമ്പോൾ അത് എടുത്തു പറയാൻ ചരിത്രകാരന്മാരും ജേർണലിസ്റ്റും ഒക്കെ ശ്രമിക്കാറുണ്ട്. ഒരു ഉദാഹരണത്തിന്, കേരളത്തിൽ ഒരു പട്ടിണി മരണം നടന്നു എന്നിരിക്കട്ടെ. പട്ടിണി മരണം നടന്ന സ്ഥലം വലിയ സിഗ്നിഫിക്കൻ്റ് അല്ലെങ്കിലും ആ ദിവസം തിരുവോണമായിരുന്നു. സാധാരണ ഒരു ചരിത്രകാരൻ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു ജേർണലിസ്റ്റ് എഴുതുമ്പോൾ ഇപ്രകാരമായിരിക്കും എഴുതുക: തിരുവോണ നാളിൽ പട്ടിണി മരണം. അത്ര മതി. ഒരുപാട് കാര്യങ്ങൾ ആ വാക്കിലുണ്ട്. തിരുവോണം എന്ന് പറയുമ്പോൾ ഒരു മിത്തുമായി കണക്റ്റഡാണ്. പണ്ടുണ്ടായിരുന്ന ഒരു നല്ല രാജാവ്, ആ രാജാവ് ഭരിച്ച സമയത്ത് ആർക്കും പട്ടിണി ഇല്ലായിരുന്നു. എല്ലാവരും ഒരുപോലെ സുഭിക്ഷമായി കഴിയുന്ന നാളായിരുന്നു. തിരുവോണം ആഘോഷിക്കുന്ന ജാതിമത ഭേദമന്യേ എല്ലാ ആളുകളും അവരവരുടെ ഭവനത്തിൽ ധാരാളം ഭക്ഷണമുണ്ടാക്കി കഴിക്കുന്ന ദിവസമാണ്. അന്നത്തെ ദിവസമാണ് പട്ടിണി മരണം എന്ന് പറയുമ്പോൾ അത് തമ്മിലുള്ളൊരു വൈരുദ്ധ്യം വായനക്കാർക്ക് മനസ്സിലാക്കാം. ഇവിടെയും അതുപോലെ തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ലൂക്കോസ് പരിശുദ്ധാത്മാവിൻ്റെ വരവും അവിടെ കൂടിയ ശിഷ്യന്മാർ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിട്ട് യേശുവിൻ്റെ രക്ഷാകരമായിട്ടുള്ള ചരിത്രം കൂടി വന്ന പുരുഷാരത്തോട് പ്രഖ്യാപിക്കുന്നതും ആ ശക്തിയും ആ വെളിച്ചവും ആ കുലുക്കവും ശബ്ദവും എല്ലാം കൊണ്ട് ലൂക്കോസിൻ്റെ മനസ്സിൽ മറ്റൊരു ഇൻസിഡൻറ്റിലേക്ക് വരികയാണ്. പെന്തക്കോസ്ത് ഉത്സവത്തിൻ്റെ തുടക്കം. ആ കാലഘട്ടമായപ്പോഴേക്കും പെന്തക്കോസ്ത് ഉത്സവത്തിന്, പെന്തക്കോസ്ത് പെരുന്നാളിന് മറ്റൊരു അർത്ഥം കൂടി ഉണ്ടായിരുന്നു. അത് പുറപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായത്തിലെ സീനായി ഇൻസിഡൻറ്റുമായി കണക്റ്റഡ് ആണ്. നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ പുറപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായം വായിക്കുന്നത് നല്ലതാണ്. അവിടെ സീനായി മലയിൽ മോശയ്ക്ക് ദൈവം അരുളപ്പാട് നൽകുന്ന സമയമാണ്. ആ പർവ്വതത്തിന് ചുറ്റും ഇസ്രായേൽ മക്കളെല്ലാം കൂടി വന്നിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗോത്രങ്ങൾ കൂടി വന്ന് നിൽക്കുകയാണ്. അവിടെ ആ മലയിൽ വലിയ ശബ്ദം ഉണ്ടാകുന്നു, ഭൂമി കുലുങ്ങുന്നു, അവിടെ അഗ്നിയുടെ ഒരു അനുഭവം ഉണ്ടാകുന്നു. അന്നാണ് ഇസ്രായേലൈറ്റ്സ് ഒരു നേഷനായി മാറുന്നത്. ജനമല്ലാതിരുന്ന ആളുകൾ ഒരു ജനമായി തീർന്ന് അവിടെ ഒരു നേഷൻ ഉത്ഭവിക്കുന്നത് സീനായുടെ ചുവട്ടിലാണ്. ഇന്ന് നാം പാടിയ 96-ാം ഗീതം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. പെന്തക്കോസ്ത് ദിനത്തിൽ പാടേണ്ട പാട്ടാണ്. ഒരുപക്ഷെ വളരെ ബിബ്ലിക്കലി റൂട്ടഡ് ആയിട്ടുള്ള ഗീതങ്ങളിലെ ഒരു പ്രത്യേകത തന്നെയാണിത്. 96-ാം ഗീതം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: സീനായി മലയ്ക്ക് യഹോവ കാർമേഘത്തിലിറങ്ങി. അതൊരു ഒരു ബാക്ക്ഗ്രൗണ്ട്. ഇവിടെ ഇതാ ഒരു റിയാലിറ്റി. ജെറോം എന്ന് പറയുന്ന സഭാപിതാവ് ഇത് രണ്ടുമായിട്ട് കമ്പയർ ചെയ്ത് പറയുന്നുണ്ട്. അവിടെ സീനായി, ഇവിടെ സയൻ യെരുശലേം. അവിടെ കുലുങ്ങുന്ന പർവ്വതം, ഇവിടെ കുലുങ്ങുന്ന വീട്. അവിടെ അഗ്നി, ദൈവത്തിൻ്റെ അഗ്നി മലയുടെ മുകളിൽ, ഇവിടെയാണെങ്കിൽ അഗ്നിനാവ് പിളർന്ന ജ്വാലയായിട്ട് നിബദിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം. അവിടെ ഭൂകമ്പത്തിൻ്റെ ശബ്ദം, ഇവിടെയാണെങ്കിൽ വ്യത്യസ്ത ഭാഷകളിൽ സംസാരിക്കുന്ന ശിഷ്യന്മാരുടെ ശബ്ദം. ആ ദിവസത്തെ അസംബ്ലി അല്ലെങ്കിൽ എക്ലീസിയ എന്ന പേരുണ്ടായി. പുറപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായത്തിൽ സീനായ് ഇൻസിഡൻറ്റിൽ. ഇവിടെയാണെങ്കിലോ എക്ലീസിയ എന്ന് ചർച്ചിനെ വിളിക്കുവാൻ ആരംഭിച്ചു. എക്ലീസിയ, ദ കോൾഡ് ഔട്ട് കമ്മ്യൂണിറ്റി, വിളിച്ചു വേർതിരിക്കപ്പെട്ട ഒരു സമൂഹമായിട്ട്. ഇത് തമ്മിലുള്ള കമ്പാരിസൺ. അതുകൊണ്ട് പെന്തക്കോസ്ത് എന്ന ആദ്യത്തെ എക്സ്പീരിയൻസ് സീനായ് മലയുടേത്. ഇവിടെ ഇതാ പുതിയ ഇസ്രായേൽ, പുതിയ ജനത ഒരുമിച്ച് വരികയാണ് എന്ന് വ്യക്തമാക്കുവാനാണ് ഈ ചരിത്രപരമായിട്ടുള്ള ഒരു സാമ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മാത്രമല്ല ഇവിടെ നിരവധി ഭാഷകളിലാണ് അവർ സംസാരിക്കുന്നത്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം നോക്കുന്ന സമയത്ത്
അവിടെ കാണാൻ പർഥ്യരും, മേദ്യരും, എലാമ്യരും, മെസപ്പൊത്താമ്യയിലും, യഹൂദിയയിലും, കപ്പദോക്കിയയിലും, പന്തോസിലും, ആസിയയിലും, അങ്ങനെ കുറേ പ്രദേശങ്ങൾ പറയുന്നു, കുറേ നേഷൻസ് പറയുന്നുണ്ട്. അവിടെ പോയ മറുനാടൻ പ്രവാസികളായിട്ടുള്ള യഹൂദന്മാരാണ് വന്നിരിക്കുന്നത്. അവർക്ക് സ്വന്തം ഭാഷ വ്യക്തമായിട്ട് അറിയില്ല, പക്ഷേ ഈ ഭാഷകൾ അവരുടെ ഭാഷയായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ ഭാഷകളൊന്നും അറിയാത്ത യേശുവിൻ്റെ ശിഷ്യന്മാർ ഈ ഭാഷകളിലൂടെ ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ പറയുകയാണ്. അവർക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അന്യഭാഷ എന്ന് പറയുമ്പോൾ ഗ്ലോസോലാലിയ എന്നാണ് പറയുന്നത്, അതിൻ്റെ ഗ്രീക്ക് വാക്ക്. വിവിധങ്ങളായിട്ടുള്ള ഭാഷകൾ, ഇപ്പോൾ പലയിടത്തും വിവിധങ്ങളായിട്ടുള്ള ഭാഷകൾ പറയുന്നതൊക്കെ കേൾക്കാം. പക്ഷേ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഇവർ പറഞ്ഞ സകല കാര്യങ്ങളും അവിടെ കൂടി വന്ന ആ ഭാഷക്കാർക്ക് മനസ്സിലായി. ആ ഭാഷക്കാരില്ലെങ്കിൽ അന്യഭാഷ പറയാതിരിക്കണം എന്ന് പൗലോസ് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് വേദപുസ്തകത്തിൽ. അപ്പോൾ ഇവിടെ ഈ ഭാഷയുമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഭാഷയുണ്ടായത് എവിടെയാണ്? ഭാഷയുണ്ടായത് ബാബേൽ ഗോപുരം നിർമ്മിക്കുന്ന സമയത്താണ്. ബാബേൽ ഗോപുരം ഉണ്ടാക്കുന്ന സമയത്ത് ആളുകൾക്കെല്ലാം അന്ന് ഒരേ ഭാഷയായിരുന്നു. ഉൽപ്പത്തി പുസ്തകം. അവിടെ ദൈവത്തിന് ഫ്ലഡിന് ശേഷം, വെള്ളപ്പൊക്കമുണ്ടായതിനു ശേഷം, ജനതകളെല്ലാം നശിച്ചതിന് ശേഷം വീണ്ടും മനുഷ്യർ പെരുകിയപ്പോൾ ആദ്യം ചെയ്തത് വലിയൊരു ഗോപുരമുണ്ടാക്കിയാണ്. ഗോപുരമുണ്ടാക്കി അന്ന് എത്രമാത്രം വെള്ളം ഉയർന്നുവോ അതിൻ്റെ മുകളിൽ ഒരു ഗോപുരമുണ്ടാക്കി. ഇനി ദൈവം മഴ പെയ്യിച്ച് ഭൂമിയെ നശിപ്പിച്ചാലും ഞങ്ങൾ സുരക്ഷിതരായിരിക്കും എന്ന് കരുതി ഒരു വലിയ ഗോപുരമുണ്ടാക്കാൻ ശ്രമിച്ചതിൻ്റെ കഥയാണ് ബാബേൽ ഗോപുരത്തിൻ്റെ കഥ. അന്നാണ് ഒരുപാട് ഭാഷകളുണ്ടായത്. ദൈവം അവരെ ചിതറിച്ച് കളഞ്ഞു. ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളെ ഭാഷകൾ വ്യത്യസ്തമായി വന്നതുകൊണ്ട് പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കാതെ അവർ ചിതറിപ്പോയി എന്നാണ് ഒരു ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത്. ഇവിടെയാണെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭാഷകളുണ്ടെങ്കിലും ദൈവം യുണൈറ്റ് ചെയ്യുന്നു, ദൈവം ഒരുമിപ്പിക്കുന്നു. ഭാഷകൾ വ്യത്യസ്തമാണെങ്കിലും യേശു നമ്മെ രക്ഷിക്കുന്നു എന്ന വലിയ സന്ദേശം വ്യത്യസ്തങ്ങളായുള്ള ഭാഷകളിലൂടെ അവിടെ കൂടിയവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു അനുഭവമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അന്യഭാഷയുടെ പ്രശ്നമാണ് ഇപ്പോഴത്തെ മോഡേൺ പ്രശ്നം എന്ന് പറയുന്നത്. ആധുനിക അന്യഭാഷയുടെ പ്രശ്നം എന്ന് പറയുന്നത് ഒരേ ഭാഷ സംസാരിക്കുന്ന ആളുകൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. മലയാളം അറിയുന്ന ഭർത്താവിൻ്റെ മലയാളം മനസ്സിലാകുന്ന ഭാര്യയ്ക്ക് മനസ്സിലാകുന്നില്ല, പറഞ്ഞതല്ല കേൾക്കുന്നത്. മാതാപിതാക്കളും മക്കളും ഒരേ ഭാഷ സംസാരിക്കുന്നെങ്കിലും അവർ പറയുന്ന ആ വാക്കുകൾക്ക് ഇവർ കൊടുക്കുന്ന അർത്ഥം വേറെയാണ്. ഭാഷാ പ്രശ്നം വേറൊരു തലത്തിലേക്ക് നീങ്ങുകയാണ്. യോവേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ അന്ത്യകാലത്ത് ഞാൻ സകല ജനതകളുടെ മേലും എൻ്റെ ആത്മാവിനെ പകരും. സകലരിലും ദൈവം ഈ ആത്മാവിനെ നൽകിയിട്ടുണ്ട് എന്നത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് ഒരു സഭ ഉണ്ടായതിൻ്റെ ആഘോഷമാണ് പെന്തക്കോസ്ത് ഞായറെന്ന് പറയുന്നത്. എല്ലാവരിലും പരിശുദ്ധാത്മാവിൻ്റെ അനുഭവമുണ്ട്, അതിന് യാതൊരു തർക്കവുമില്ല. അതിന് ചില ആളുകൾ ചില സ്റ്റെപ്പുകളൊക്കെ ഇടാറുണ്ട്. മാനസാന്തരപ്പെട്ട്, സ്നാനപ്പെട്ട്, അങ്ങനെപ്പെട്ട്, പ്രാർത്ഥിച്ച്, കാത്തിരുന്ന്, അങ്ങനെ സ്റ്റെപ്പുകൾ. ഓരോ സ്റ്റെപ്പുകളും ഒരു പരിധികളുമില്ലാത്ത ആത്മാവിൻ്റെ അനുഭവം ദൈവം നൽകുന്നു എന്നുള്ളതാണ് വേദപുസ്തകം പറയുന്നത്. യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് പറയുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്താണ്? അവൻ അമ്മയുടെ ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. ഗർഭസ്ഥ ശിശുവിനുൾപ്പെടെ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം സകലിലേക്കും പകരുന്ന വലിയൊരു സദ്വാർത്തയുടെ ദൂതാണ് ഇന്ന് അറിയിക്കുവാനായിട്ട് ഉള്ളത്. പ്രിയമുള്ളവരെ, എന്തിനാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകപ്പെട്ടിരിക്കുന്നത് എന്നുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം, 8-ാമത്തെ വാക്യം മുതൽ വായിക്കാം ഞാൻ. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവർ എന്നിൽ വിശ്വസിക്കായ കൊണ്ട് പാപത്തെക്കുറിച്ചും, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നീതിയെക്കുറിച്ചും, ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടതുകൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച്. പാപം എന്താണെന്നും നീതി എന്താണെന്നും ന്യായവിധി എന്താണെന്നും നമുക്കറിയാം. പക്ഷേ വളരെ ക്ലിയറായിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന പരിശുദ്ധാത്മാവുണ്ട്. കാഴ്ചയുണ്ട്, പക്ഷെ ശരിയായ രീതിയിൽ കാണാതെ വരുന്ന സമയമുണ്ട്. നമ്മൾ ഈ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ണിൻ്റെ കടയിലേക്ക് പോകും, കണ്ണട കടയിലേക്ക് നമ്മൾ പോകും, അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ അടുത്ത്, ഒഫ്താൽമോളജിസ്റ്റിൻ്റെ അടുത്ത് പോകും. അപ്പോൾ ആദ്യം ചെയ്യുന്നത് ഒരു ബോർഡിൽ വായിക്കാനായിട്ട് പറയുകയാണ്. ഇ എന്ന അക്ഷരമുണ്ടാവും, FPTOZ, LPED, PECFD, അങ്ങനെ അക്ഷരങ്ങളൊക്കെ ഉണ്ട്. ഓരോന്നായിട്ട് ഓരോ ലൈനായിട്ട് നമ്മൾ വായിച്ച് വരുമ്പോൾ ചിലത് നമുക്ക് അക്ഷരങ്ങൾ തിരിയില്ല. അപ്പോൾ ഒരു ഗ്ലാസ് ഇട്ട് തരും, ഒരു അടുത്ത ലെൻസ് ഇടും. അവസാനം കൃത്യമായിട്ട് കാണുന്ന ലെൻസുകൾ വന്ന് ക്ലിയറായി 2 കണ്ണും കൃത്യമായിട്ട് കാഴ്ച ഏതാണെന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എഴുതി തരും ഇന്ന ഗ്ലാസ് ഇടാൻ. അതിനുശേഷം നമ്മൾ പോയിട്ടൊരു കണ്ണാട മേടിച്ച് കണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും, ഇപ്പം എൻ്റെ കാഴ്ച നന്നായി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, എനിക്കെല്ലാം വ്യക്തമായിട്ട് കാണാം. അത് തെറ്റാണ്.
കാഴ്ചയ്ക്കൊന്നും പറ്റിയിട്ടില്ല, നമുക്ക് കണ്ണടയെ കിട്ടിയിട്ടുള്ളൂ. കാഴ്ച എപ്പോഴും നമ്മുടെ കാഴ്ച അതുതന്നെയാണ്. കാര്യങ്ങൾ യഥാർത്ഥമായി കാണാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കണ്ണട. അതുപോലെ സ്പിരിറ്റ് ഹെൽപ്സ് അസ് ടു സീ തിങ്സ് ആസ് ദേ ആക്ച്വലി ആർ. വസ്തുതകൾ എപ്രകാരമാണ് എന്ന് വ്യക്തമായിട്ട് കാണുവാൻ നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്, കണ്ണട പോലെ തന്നെ. പക്ഷേ കണ്ണല്ല ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ളത്, കണ്ണട നമ്മളെ ഹെൽപ്പ് ചെയ്യുകയാണ് വസ്തുതകളെ വ്യക്തമായിട്ട് കാണുവാൻ. ഡിസൈനിങ് സ്പിരിറ്റാണ്. വസ്തുതകൾ വ്യക്തമായിട്ട് കാണുവാൻ നമുക്ക് ദൈവം തൻ്റെ ആത്മാവിനെ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധ്യത്തെ നമുക്ക് വരുത്തുന്ന പരിശുദ്ധാത്മാവിനെ ദൈവം നൽകി എന്നത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാൻ ഇന്നത്തെ ദിവസം സാധിക്കണം. ഒന്ന്, പാപത്തെക്കുറിച്ചുള്ള വ്യക്തത നമുക്ക് വേണം. ഒരു വീട്ടിലൊരു വലിയ മരം ഉണ്ടായിരുന്നു, വലിയ തടിയാണ്, ഉയരത്തിലുള്ളൊരു മരം. അപ്പോൾ ആ മരം വിറ്റ് കുറച്ച് പൈസയൊക്കെ കിട്ടുമെന്ന ധാരണയിൽ അത് കച്ചവടമാക്കുവാൻ വേണ്ടിയിട്ട് ഈ ഗൃഹനാഥൻ ശ്രമിച്ചു. അപ്പോൾ മരം വെട്ടുകാർ വന്നു, അവർ വന്ന് അപ്പോൾ അതിലാണെങ്കിൽ ചെടിയിൽ ഈ ഒരു വലിയ മരത്തിൽ കിളികളൊന്നും വസിക്കുന്നില്ല എന്നൊക്കെ ഇദ്ദേഹം നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മരം വെട്ടുകാർ വന്ന് ഈ കോടാലി കൊണ്ട് അതിൻ്റെ തടിയിൽ വെറുതെ ഒന്ന് കൊട്ടി നോക്കിയതാണ്, തബല കൊട്ടുന്നത് പോലെ മുഴങ്ങുകയാണ്. അവർ പറഞ്ഞു ഈ മരത്തിന് വിലയൊന്നും കിട്ടില്ല, കാരണം അതിൻ്റെ ഉള്ളു മുഴുവൻ പൊള്ളയായി കഴിഞ്ഞു, ഏത് നിമിഷവും ഈ മരം വീഴാം. കാണുമ്പോൾ വളരെ യോഗ്യമായ ഒരു മരമാണ്, വലിയ മരം, വലിയ തടി. പക്ഷെ അതിൻ്റെ ഉള്ളിൽ പൊള്ളയാണ്, ഉള്ളിലൊന്നുമില്ല, തട്ടിയാൽ ശബ്ദം കേൾക്കാം. ഇതേപോലെയുള്ള ആളുകളുണ്ട്. കാണുമ്പോൾ, സംസാരിക്കുമ്പോൾ എത്ര ആകർഷകമായിട്ടാണ്, പക്ഷെ ഉള്ളിൽ കണ്ടൻ്റ് ഇല്ലാത്ത മനുഷ്യരെ. ഒരുപക്ഷെ നമ്മളും അപ്രകാരമുള്ള മനുഷ്യരാണെങ്കിൽ നമ്മെക്കുറിച്ചുള്ള ഒരു ബോധ്യം, പാപത്തെക്കുറിച്ച് ഒരു ബോധ്യം. മനുഷ്യൻ്റെ പാപമെന്ന് പറയുന്നതിന് ഒരു ഡെഫിനിഷൻ, മാൻ പ്രിറ്റൻസ് വാട്ട് ഹീ ഈസ് നോട്ട്. അവനല്ലാത്തത് ഭാവിക്കുന്നത് പാപമാണ്. അല്ലാത്തത് ഭാവിച്ചു ജീവിക്കുന്ന അനുഭവത്തിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഞാൻ ആരാണ്, എന്താണ് എന്ന ബോധ്യത്തോടു കൂടെ റിയാലിറ്റിയിലേക്ക് ജെനുവിൻ ഞാൻ പ്രത്യക്ഷപ്പെടും. ഞാൻ ഇത്രയേ ഉള്ളൂ കർത്താവേ, ഹിയർ ആസ് ഐ ആം, ഞാൻ ഉള്ളതുപോലെ നിൻ്റെ സന്നിധിയിൽ എന്നെ സമർപ്പിക്കുന്നു, നീ എന്നെ നടത്തണമേ എന്ന് നമ്മെ തന്നെ സമർപ്പിക്കുവാനായിട്ട് സാധിക്കണം. രണ്ടാമത്തത്, ഹോളി സ്പിരിറ്റ് ഗീവ്സ് us the conviction about righteousness. പരിശുദ്ധാത്മാവ് നമുക്ക് നീതിയെക്കുറിച്ചുള്ള ബോധ്യത്തെയാണ് നൽകുന്നത്. നീതിയെക്കുറിച്ചാണ് ബോധ്യം നമുക്ക് നൽകുന്നത്. അതിലിവിടെ പറയുന്നു, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യേണ്ടതിന് നീതിയെക്കുറിച്ചുള്ള ഒരു ബോധ്യത്തെയാണ് നൽകുന്നത്. ജീസസ് ഈസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് റൈറ്റ്യസ്നെസ്. യേശുവാണ് നമ്മുടെ നീതി. യേശുവാണ് നമ്മുടെ നീതി. എന്താണ് നീതി? ലോകപരമായിട്ടോ ചെയ്തു വരുന്നതോ ആയ നീതിയേക്കാൾ അപ്പുറമായിട്ട് ഒരു നീതി കർത്താവ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ ഒരു വാണിങ്ങോടുകൂടിയാണ് പറയുന്നത്. നമുക്ക് ഒരു സ്റ്റാൻഡേർഡുണ്ട്. സ്റ്റാൻഡേർഡ് ഓഫ് റൈറ്റ്യസ്നെസ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തു എന്ന നീതിയുടെ മാനദണ്ഡം നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് വ്യഭിചാരത്തിൽപ്പെട്ട സ്ത്രീയുടെ കാര്യത്തിലായാലും ശമരിയ സ്ത്രീയോട് സംസാരിച്ച കാര്യത്തിലായാലും യേശു കടന്നു പോകുന്ന ചില ക്രോസിംഗ് ദ ബൗണ്ടറീസ് ഉണ്ട്. അത് യേശുവിൻ്റെ നീതിയാണ്. ഈ നീതിയിലേക്ക് നടത്തുവാൻ, എന്താണ് നീതി എന്ന് മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നുണ്ട്. പഴയ ഒരു യൂത്ത് കോൺഫറൻസിൽ ചോദ്യങ്ങൾ എഴുതാം, അതിനുശേഷം ഉത്തരം അവസാനം പറയുന്ന ഒരു സെഷനുണ്ട്. വരുന്ന യൂത്ത് കോൺഫറൻസിൽ എല്ലാവരും വന്ന് ക്വസ്റ്റ്യൻസ് എഴുതും, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ, ചോദിക്കാൻ മടിയുള്ള ആളുകൾ. ആ ക്വസ്റ്റ്യൻസ് പെട്ടിയിലിട്ട് അവസാനം ആ സെഷൻ്റെ അവസാനമാകുമ്പോഴത്തേക്കും ക്വസ്റ്റ്യൻസ് എല്ലാം എടുത്ത് അതിനെ ആൻസർ ചെയ്യുന്ന ഒരു രീതി ചില യൂത്ത് കോൺഫറൻസിൽ പണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ക്വസ്റ്റ്യൻ, അന്നത്തെ കാലഘട്ടമാണ്, സിനിമയ്ക്ക് പോകുന്നത് പാപമാണോ? സിനിമയ്ക്ക് ഇറങ്ങിയ സമയമാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ അന്ന് പലർക്കും ഉണ്ടായിരുന്നൊരു ചോദ്യമായിരുന്നു. അപ്പോൾ അതിന് ഉത്തരമായിട്ട് പറഞ്ഞത്, നിൻ്റെ കൂടെ യേശു എവിടെയൊക്കെ വരുന്നുവോ അവിടെയൊക്കെ നിനക്ക് പോകാം. എവിടെയൊക്കെ യേശു നിൻ്റെ കൂടെ ഇല്ല എന്ന ബോധ്യം നിനക്കുണ്ടാകുന്നുവോ അവിടെ നീ പോകരുത്. അതായിരുന്നു അന്ന് പറഞ്ഞ ഉത്തരം. നമ്മെ നടത്തുന്ന, നമ്മെ നയിക്കുന്ന വഴികളിൽ കൂടെയുള്ള, എപ്പോഴും കൂടെയിരിക്കാമെന്നുള്ള വാഗ്ദത്തം കർത്താവ് നൽകിയിരിക്കുമ്പോൾ നീതിയെക്കുറിച്ചുള്ളൊരു ബോധ്യത്തെ നമുക്ക് നൽകുന്ന പരിശുദ്ധാത്മാവുണ്ട്. ഇവിടെ മറ്റൊരു ചിന്ത കൂടിയുണ്ട്. നീതി അനീതി എന്ന വാക്കുകളൊക്കെ ഇപ്പോഴത്തെ പ്രായോഗികമായിട്ട് വരുമ്പോൾ ചിലപ്പോൾ പറയും, ചിലർ നല്ല മാഷ്, നല്ല ടീച്ചർ, നല്ല സുഹൃത്ത്, നല്ല അച്ഛൻ, ഇതൊക്കെ നല്ലതാവുന്നത് എപ്പോഴാണ്? എനിക്കെതിരായിട്ടൊന്നും പറയാതിരിക്കുമ്പോൾ അത് നല്ല മാഷാണ്, നല്ല അച്ഛനാണ്, നല്ല സുഹൃത്താണ്. എൻ്റെ ഈഗോയെ ഹർട്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യത്തിൽ ഇടപെട്ടാൽ
നല്ല മാഷും പോകും, നല്ല ഫ്രണ്ടും പോകും. അതുപോലെ എനിക്ക് ലഭിക്കേണ്ട അവകാശം മുഴുവനും ലഭിക്കത്തക്ക വിധത്തിൽ കൂടെ നിന്നേ പറ്റുള്ളൂ. വേറൊരാൾക്ക് ലഭിക്കേണ്ട അവകാശമാണ് ഇവർക്ക് ലഭിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് ആരെങ്കിലും ഒരു ഡയറക്ഷൻ പറഞ്ഞാൽ അവർ പിന്നീട് ശത്രുക്കളായിട്ട് മാറുകയാണ്. അപ്പോൾ നീതി എന്ന് പറയുന്നത് എല്ലാവർക്കും ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട ഒന്നാണ്. നീതിയെക്കുറിച്ചുള്ള ബോധ്യം വരുത്തുന്നത് പരിശുദ്ധാത്മാവാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. 3, ഇവിടെ പറയുന്നത് ഹോളി സ്പിരിറ്റ് ഗീവ്സ് അസ് അബൌട്ട് ദ കൺവിക്ഷൻ അബൌട്ട് ജഡ്ജ്മെൻറ്റ്. ജീസസ് ഹോളി സ്പിരിറ്റ് ഗീവ്സ് യു ദ കൺവിക്ഷൻ അബൌട്ട് ദ ജഡ്ജ്മെൻറ്റ്. ന്യായവിധിയെക്കുറിച്ചുള്ള ഒരു ബോധ്യം നൽകുന്ന പരിശുദ്ധാത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്. എന്താണ് ജഡ്ജ്മെൻറ്റ്? വാട്ട് ഈസ് ജഡ്ജ്മെൻറ്റ്? ജഡ്ജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ വളരെ വ്യക്തമായിട്ട് യേശു നിക്കോദോമസിനോട് പറയുമ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണ് ന്യായവിധി? ന്യായവിധി എന്നത് യോഹന്നാൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. വെളിച്ചം ലോകത്തിൽ വന്നിട്ടുണ്ട്, പക്ഷെ മനുഷ്യർക്ക് സ്നേഹം ഇരുളിനോടാണ്. അതെല്ലാ തലത്തിലും അപ്രകാരം സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, വെളിച്ചം ലോകത്തിലേക്ക് വന്നു. യേശുവിനെ സ്വീകരിച്ച് ഇരുളിലേക്ക് പോവുക എന്ന് പറയുന്നത് നമുക്കുള്ള ന്യായവിധിയാണ്. വെളിച്ചത്തെ സ്നേഹിക്കുന്നതിന് പകരം, ട്രാൻസ്പെറൻ്റായിട്ട് ജീവിക്കുന്നതിന് പകരം ഇരുളിലേക്കും നിഗൂഢതയിലേക്കും പോവുക എന്ന് പറയുന്നത് അത് നമുക്കുള്ള ന്യായവിധിയാണ്. ഇവിടെ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ ഒരു വഴികാട്ടി നമുക്ക് ഉണ്ട്. പാരക്ലീറ്റോസ് എന്നാണ് പരിശുദ്ധാത്മാവിൻ്റെ ഗ്രീക്ക് വേർഡ്. പല അർത്ഥങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്. കാര്യസ്ഥൻ എന്ന് പറയുന്നുണ്ട്, അഡ്വക്കേറ്റ്, പക്ഷപാതം ചെയ്യുന്നയാൾ. പൗലോസ് അപ്പോസ്തലൻ്റെ വളരെ മനോഹരമായിട്ടുള്ളൊരു വാക്യമുണ്ട്. ശബ്ദമുയർത്തി പ്രാർത്ഥിപ്പാൻ കഴിയാത്ത നേരത്ത് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന പരിശുദ്ധാത്മാവിനെ. കരയാൻ പോലും പറ്റാത്ത, പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത വിതുമ്പുന്ന ഹൃദയങ്ങളുടെ മധ്യത്തിൽ പരിശുദ്ധാത്മാവ് കൂടെയുള്ളപ്പോൾ പരിശുദ്ധാത്മാവ് നൽകുന്ന ഹെൽപ്പ് എന്ന് പറയുന്നത് ശബ്ദമുയർത്തി പ്രാർത്ഥിപ്പാൻ കഴിയാത്ത നേരത്ത് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ആത്മാവിനെ ഞങ്ങൾ ഒപ്പം തന്ന ദൈവത്തിൻ്റെ ഒരു അനുഭവമാണ് ഈ പെന്തക്കോസ്റ്റ് സൺഡേ നമുക്ക് നൽകുന്നത്. ഇവിടെ വഴികാട്ടിയായിട്ട് പോകേണ്ടുന്ന വഴി ഏതാണെന്ന് മനസ്സിലാക്കി തരുന്ന പരിശുദ്ധാത്മാവിനെയാണ്. അതുകൊണ്ട് നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള ആ ഒരു GPS ഉണ്ടല്ലോ, GPS, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, നമുക്കറിയാം അത്. GPS പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുമ്പോൾ ആ ഒരു ഇല്ലുസ്ട്രേഷനാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. GPS നമ്മൾ പ്രയോഗിക്കുമ്പോൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് GPS ഉപയോഗിച്ച് പോവുകയാണെങ്കിൽ 3 കാര്യങ്ങളാണ് അതിൽ പ്രസക്തമായിട്ടുള്ളത്. ഒന്നാമത്തത്, ലൊക്കേറ്റ് യുവർ പൊസിഷൻ. ആദ്യം നമ്മൾ എവിടെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ ഈ GPS-മായി കണക്റ്റഡ് ആണ്. ഒന്നാമത്, വേർ വി ആർ, നമ്മളെവിടെ നിൽക്കുന്നു, ലൊക്കേറ്റ് യുവർ പൊസിഷൻ. ആദ്യം ലൊക്കേറ്റ് ചെയ്യുന്നു GPS. രണ്ടാമത്, ടൈപ്പ് യുവർ ഡെസ്റ്റിനേഷൻ, എവിടേക്കാണ് പോകേണ്ടത് എന്ന് എഴുതുക. ലൈഫ്, റൈച്വസ് ലൈഫ്, നിങ്ങൾ പോകേണ്ട ഡെസ്റ്റിനേഷൻ എഴുതുക. മൂന്നാമത്തത് വരുന്നത് ഡയറക്ഷനാണ്, ഫോളോ ദ ഡയറക്ഷൻ. GPS വഴി ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നയാൾക്ക് നിങ്ങൾ നിൽക്കുന്ന ഇടം എവിടെയാണെന്ന് മനസ്സിലാകണം. 2, നിങ്ങൾക്ക് പോകേണ്ട ഇടം എവിടെയാണെന്ന് നിങ്ങൾക്ക് ഒരു ഓർമ്മയുണ്ടാകണം. മൂന്നാമത്, ഫോളോ ദ ഡയറക്ഷൻ. ഈ ഡയറക്ഷൻ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പെന്ന് പറയും. നമ്മെ നടത്തുന്ന പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെയുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം നയിക്കുന്ന വഴിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഇടയാകണം. അതിന് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി പരമേൽപ്പിക്കാം. തലകളെ വണക്കി പ്രാർത്ഥിക്കാം. സ്നേഹസമ്പൂർണനായ കർത്താവേ, പരിശുദ്ധ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധ്യം നൽകുന്ന പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്കും ഞങ്ങളുടെ ജീവിതങ്ങളിലേക്കും നൽകിയ ദൈവത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞാൻ പോയാൽ എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടിയുള്ള ഒരു അനുഭവത്തിലേക്ക് നയിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവിൻ്റെ വാഗ്ദത്തം ഇപ്പോഴും ഞങ്ങളോട് കൂടിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ പെന്തക്കോസ്ത് ദിനം സഭ രൂപപ്പെട്ട് ദൈവമേ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഈ ഒരു വലിയ അനുഭവത്തെ സ്മരിക്കുന്ന ഈ ദിവസത്തിൽ ഞങ്ങളെ തന്നെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. തുടർന്നുള്ള നാളുകളിൽ അങ്ങയുടെ പാത പിന്തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ ശബ്ദം ഹൃദയത്തിൽ നിന്ന് കേൾക്കുമ്പോൾ
ഒരിക്കലും അത് മറുത്തു പറയാതെ അങ്ങയുടെ ചിറകിൻ്റെ മറവിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അവിടുന്ന് കാണിക്കുന്ന പാതയിലൂടെ സഞ്ചരിക്കുവാൻ ഇടയാക്കണമേ. സകല മാനവും മഹത്വവും അവിടുന്ന് സ്വീകരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ.